ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയും ദുർഗയൊക്കെ ആണെങ്കിൽ നമ്മുടെ കണ്ണനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ കാരണമാണ് എനിക്കെൻ്റെ ഭാര്യയെ നഷ്ടമായത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നതായിട്ടാണ് അവൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്. എന്തായാലും എനിക്കെൻ്റെ കുഞ്ഞിനെ പോയി നഷ്ടപ്പെടാൻ കാരണം നിങ്ങൾ തന്നെയാണ്. അപ്പോൾ കണ്ണനോട് പറയുന്നുണ്ട് ഉണ്ണിയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയെങ്കിലും നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നത് നിർത്താൻ പറ്റുമോ? കാരണം എനിക്ക് എൻ്റെ ഭാര്യയുടെ കൂടെ സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ സ്നേഹം ഇച്ചിരിയെങ്കിലും നിങ്ങൾ കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, അതെന്തിനാണ് ഞാനങ്ങനെ ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിനക്ക് നിൻ്റെ ഭാര്യയെ സ്നേഹിക്കാം. അത് സ്വത്തും പണവും കണ്ടിട്ടോ കൊടുത്തിട്ടോ ആയിരിക്കാൻ മാത്രം പാടില്ല. അത് നീ അവളോടും കൂടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സ്വത്തും പണവും കണ്ടിട്ട് ഒരിക്കലും ഒരാളെ സ്നേഹിക്കാൻ പാടില്ല എന്നൊക്കെ കണ്ണാണെങ്കിൽ ഉണ്ണിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഉണ്ണിയും ദുർഗയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്നാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വന്നത്. ആ സമയത്താണ് വോമിറ്റിംഗ് ടെൻഡൻസി പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു അസ്വസ്ഥത തോന്നിയത് കൊണ്ട് തന്നെ അവിടെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ മഹി, എന്തു പറ്റി, നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഒന്നുമില്ല കണ്ണേട്ടാ, അത് പിന്നെ വോമിറ്റിംഗ് വന്നതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദുർഗയാണെങ്കിൽ നമ്മുടെ കണ്ണൻ്റെ കാലുകളിങ്ങനെ ചലിക്കുന്നത് കാണുന്നുണ്ട്. കണ്ണനാണെങ്കിൽ പരിസരബോധം മറന്നിട്ട് പെട്ടെന്ന് തന്നെ മൈക്ക് എന്തോ സംഭവിച്ച മട്ടിൽ പെട്ടെന്ന് തന്നെ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് കണ്ണൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ഉണ്ണി പറയുന്നുണ്ട്, അമ്മേ അയാളുടെ കാലുകൾ നോക്കി, അയാളുടെ രണ്ട് കാലിലും ചലനശേഷി കിട്ടിയിട്ടുണ്ട്. അയാൾ എന്താ നമ്മളോട് ഇത്രയും കാലമായിട്ട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ, എന്തോ ഇതിൽ ചതിയുണ്ട് എന്ന് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട്. ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട്, മോനെ നീ പറഞ്ഞത് ശരിയാണല്ലോ, അവൻ്റെ രണ്ട് കാലുകൾക്കും ചലനശേഷി ലഭിച്ചിട്ടുണ്ട്. എന്താ അവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാവാതെയാണ് ദുർഗയും ഉണ്ണിയും അവിടെ നിൽക്കുന്നത് തന്നെ. അപ്പോഴാണ് നമ്മുടെ കണ്ണനാണെങ്കിൽ അവിടെ ഉണ്ണിയും ദുർഗയും കണ്ണനെയും മഹാലക്ഷ്മിയും നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാര്യം ഓർത്തത്. പെട്ടെന്ന് തന്നെയായിരുന്നു കണ്ണനും മഹിയാണെങ്കിൽ ആശുപത്രിയിലോട്ട്, മഹി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് മഹിയും കൊണ്ട് ആശുപത്രിയിലോട്ട് കണ്ണൻ പോകാൻ ശ്രമിക്കുന്നത് തന്നെ. അങ്ങനെ കണ്ണനോട് മഹി പറയുന്നുണ്ട്, കണ്ണേട്ട എനിക്ക് യാതൊരു കുഴപ്പമില്ല, കണ്ണേട്ടൻ എന്തായാലും റൂമിലോട്ട് വാ, നമുക്ക് റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കണ്ണനെയും കൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മഹി പറയുന്നത്, കണ്ണേട്ടൻ എന്താ അവിടെ കാണിച്ചത്? എന്തായാലും അവരെല്ലാം അറിഞ്ഞത് തോന്നുന്നു. കാരണം കണ്ണേട്ടൻ എന്തിനാ എനിക്ക് വയ്യാതായെന്ന് പറഞ്ഞപ്പോഴത്തന്നെ എഴുന്നേക്കാൻ ശ്രമിച്ചത്. ആ എഴുന്നേക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടാണെങ്കിൽ ഉണ്ണിയും ദുർഗാമ്മയാണെങ്കിൽ അമ്പരം വിട്ട് നോക്കി നിൽക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കുമോ എൻ്റെ ഈശ്വരൻ എന്നൊക്കെ മഹി ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, എന്തായാലും എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയേണ്ടതല്ലേ, എന്തായാലും നേരത്തെ അറിഞ്ഞത് നമുക്കങ്ങ് വിശ്വസിച്ച് ആശ്വസിക്കാം, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ മഹി, താൻ ഇങ്ങനെ ഓരോ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ എന്തായാലും വരുന്നിടത്ത് വെച്ച് എല്ലാം തന്നെ കാണാമെന്നൊക്കെ മഹിയോട് കണ്ണൻ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ദുർഗയാണെങ്കിൽ ഈ ഒരു വിവരം പെട്ടെന്ന് തന്നെ നമ്മുടെ മേഘനാഥനെ വിളിച്ചറിയിക്കുന്നത്. മേഘനാഥനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ആകെ മൊത്തം എന്തായി നടക്കുന്നത് എന്നറിയാതെ ഇങ്ങനെ നമ്മുടെ മോഹിനിയുടെ അടുത്തേക്ക് പോയാലോ, അവരോട് സത്യം ചോദിച്ചാലോ, അവരിനി സത്യം പറയാതിരിക്കൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ സീമന്ത്രി ആണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും സത്യം അറിയണമെങ്കിൽ ആ മോഹിനി തന്നെ വിചാരിക്കണം, അവരാണെങ്കിൽ നമ്മളെ അടുത്തൊന്നും പറയത്തുമില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ വാമനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം, എന്താ നിങ്ങളൊക്കെ വല്ലാതിരിക്കുന്നതെന്ന് സീമന്ത്രിയോടും മേഘനോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ സീമന്ത്രിയും മേഘനും പറയുന്നുണ്ട്, അച്ഛാ നിങ്ങളറിഞ്ഞോ, എന്തായാലും ആ കണ്ണനാണെങ്കിൽ എഴുന്നേറ്റ് നടന്നിട്ടുണ്ട്, അതെന്തായാലും ഇന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അത് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കണമെങ്കിൽ ഒരു കളി നമുക്ക് കളിച്ചേ മതിയാവുള്ളൂ, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കണം, എങ്കിൽ കണ്ണൻ്റെ കാലുകൾക്ക് ചലനശേഷി ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് സീമന്ത്രിയാണെങ്കിൽ ഇങ്ങനെ മോഹിനിയാണെങ്കിൽ ഈ ഒരു വിവരത്തെക്കുറിച്ച് മാറി നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സീമന്ത്രിയാണെങ്കിൽ ഈ ഒരു വിവരത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ മേഘനോട് പ്രതാപനെയും കൂടെ വിളിച്ചറിയിക്കണമെന്ന് പറയുന്നത് തന്നെ. അങ്ങനെ മേഘനാണെങ്കിൽ പ്രതാപനെയും മുത്തശ്ശിയും വിളിച്ചറിയിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം അറിഞ്ഞു അമ്മേ, നീ ഇവിടെ വല്ല നടക്കുന്നത്? അപ്പം നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ആകെ മൊത്തം ഒരു അന്തം വിട്ടതുപോലെ നിൽക്കുന്നത്, എന്ത് പറ്റി, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നീ പറ എന്ന് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മേ ആ കണ്ണനാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാനുള്ള ചലനശേഷി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്താണ് ഈ മണ്ടത്തിനും വിളിച്ചു പറയുന്നത്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മേ അത് പറഞ്ഞത് സത്യം തന്നെയാണ്, മേഘനാണ് എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നത്, ദുർഗ നേരിട്ട് കണ്ണൻ്റെ കാലുകളിൽ ചലിക്കുന്നത് കണ്ടിട്ടുണ്ട്, എന്തായാലും അവൻ എഴുന്നേറ്റ് നടക്കാൻ നല്ല സാധ്യതയുണ്ട്, അവൻ എഴുന്നേറ്റ് നടന്നിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾക്കിപ്പോൾ സംശയമുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ സംശയിക്കാൻ തോന്നാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അമ്മയ്ക്കൊരു കാര്യം അറിയോ, ഇത്രയും ദിവസമായിട്ട് ആ വൈദ്യശാലയിലോട്ട് കണ്ണനും മഹിയും പോയിട്ടില്ല, അങ്ങോട്ടേക്ക് പോവാതിരിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, അത് കണ്ണനും മഹിക്കും നല്ല മാറ്റമുണ്ട്, അവൻ്റെ കാലുകൾക്ക് ചലനശേഷി ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നൊക്കെ മുത്തശ്ശിയുടെ പ്രതാപനോട് ഇങ്ങനെ പറയുന്നുണ്ട്.
അപ്പോഴാണ് മുത്തശ്ശിയും ആ കാര്യത്തെക്കുറിച്ച് ഓർത്തത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്തായാലും ഈ വിവരത്തെക്കുറിച്ചൊന്നും കരുണമോളോട് പറയണ്ട. കരുണമോളോട് പറഞ്ഞാൽ അത് വലിയൊരു ഭൂകമ്പം തന്നെ ഇവിടെ ഉണ്ടാവും. കാരണം എന്താണെന്ന് നിനക്കറിയാലോ പ്രതാപ. അതുകൊണ്ട് നീ സൂക്ഷിച്ചും വേണ്ടും. അവളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നീ പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ. അതിനുശേഷം മോഹിനിയാണെങ്കിൽ ഇതൊക്കെ മാറി നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ മോഹിനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇവരൊക്കെ എല്ലാ കാര്യങ്ങളും ഇവിടെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മോളെ വിളിച്ച് പറയണമെന്ന് മോഹിനി വിചാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ മഹാലക്ഷ്മി വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങളെന്തും മണ്ടത്തരമാണ് ഈ ചെയ്തത്. ഇവിടെ ശത്രുക്കളാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ മോഹിനി ചോദിക്കുന്നുണ്ട്. എന്തായാലും മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണേട്ടനായിട്ട് സംസാരിച്ച് അമ്മയെ അങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രമുഖ റിവ്യൂ അവസാനിക്കുന്നത്.